ഹായ് ഓൾ വീടിനാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നമ്മൾ +2 അക്കൗണ്ടൻസി എക്സാമിൽ സ്ഥിര സാന്നിധ്യമായ ഒരു ചോദ്യമാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, അപ്പം കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം എന്ന ട്രിക്കുമായാണ് ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. വാ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ആണെന്ന് വായിക്കാം. റമീഷ ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. On 1st April 2023, her capital account balance was 2 lakh. As per partnership agreement, a partner entitled to 8% interest per annum on her capital. Ramisha introduced an additional capital of rupees 60,000 on 30 September 2023 and withdrew rupees 30,000 on 1/1/24. Calculate interest on capital for the year ending 31st March 2024. ഇതാണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ വിഡ്രോലും ഈ ഒരു ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക? വെരി സിമ്പിൾ. ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, സോ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാ? വിച്ച് മീൻസ് 2 lakh ആണ്. അതെങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 lakh ആയി? ചോദ്യത്തിന് ആദ്യം കൊടുത്തത് കണ്ടോ, ഓൺ 1/4/2023, അതായത് 1/4 ഇയർ എൻഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് അല്ലേ അല്ലേ, ഫൈനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് ആണത് 1st April എന്നുള്ളത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ 1/4/2023 ക്യാപിറ്റൽ 2 lakh ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുകളിൽ 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഉണ്ടാവും? ഇൻട്രസ്റ്റ് വിൽ ബി 2 lakh into 8/100 ദാറ്റ് ഈക്വൽ ടു 16,000. എത്ര? 16,000 ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക? ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലേ. എന്നാൽ ഈ ക്വസ്റ്റിന് കുറച്ച് മുൻപോട്ട് പോയി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ക്വസ്റ്റിനിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ അഡീഷണൽ ക്യാപിറ്റൽ? അതായത് റമീഷ ഫേമിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ ഒരു 60,000 റുപ്പീസ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അഡീഷണൽ ആയി ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ മുകളിലും നമ്മൾ ആർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും? പാർട്ട്ണർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ 16,000 ആണ് ഓപ്പൺ അഡീഷണൽ ക്യാപിറ്റൽ. സോ 60,000 ഇൻറ്റു 8/100 ഇൻറ്റു 6/12. നോക്കാം, ഇദ്ദേഹം എപ്പോഴും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത് 13th സെപ്റ്റംബറിലാണ്, അതായത് 30/09/2023 ക്ലിയർ? ആ ഡേറ്റ് ഒന്നും എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്ര മന്ത് ഇദ്ദേഹം അഡീഷണൽ ക്യാപിറ്റൽ ഫേമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 10, 11, 12, 1, 2, 3. എത്ര മാസം? 3 മാസം അല്ലേ. സെപ്റ്റംബർ മാസം 30-ാം തീയതിയെ കൊണ്ടുവന്നു. സോ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച് 6 മാസമായിരിക്കും എന്തുള്ളത്? ഇദ്ദേഹം ഫേമിലേക്ക് ഈ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പാർട്ട്ണർക്ക് കൊടുത്താൽ മതി. കാരണം എന്താ? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ നമുക്ക് ഈ ക്യാപിറ്റൽ ഇല്ല. എപ്പോഴാണ് കൊണ്ടുവന്നേ? വർഷത്തിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഫേമിലേക്ക് 60,000 കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ഡേറ്റ് മുതൽ, അതായത് എപ്പോഴാണോ ഇദ്ദേഹം ഫേമിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന ഡേറ്റ് മുതൽ വർഷാവസാനം വരെയുള്ള പലിശ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റലിന് മുകളിൽ കൊടുത്താൽ മതി. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60,000 ഇൻറ്റു 8/100 ഇൻറ്റു 6/12 ദാറ്റ് ഈക്വൽ ടു 2,400 റുപ്പീസ് കിട്ടും. എന്നാൽ കുറച്ചുകൂടി നമുക്ക് ക്വസ്റ്റിന് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടി കാണാൻ പറ്റും. ഇവിടെ ക്വസ്റ്റിൻ എന്തുണ്ട്? 30,000 റുപ്പീസ് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്രോ ചെയ്യുന്നുണ്ട്. എന്താ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഫേമിൽ നിന്നും ആ ഒരു എമൗണ്ട് എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ സിംപിളി ഒന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ മുകളിൽ പലിശ ഫേം പാർട്ട്ണർ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. 30,000 രൂപയാണ് റമീഷ് എന്ത് ചെയ്യുന്നത്? വിഡ്രോ ചെയ്യുന്നത്. ഇങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അയാൾക്ക് ഈ 30,000 റുപ്പീസിന് മുകളിൽ പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ 30,000 റുപ്പീസിന്റെ പലിശ എത്രയാണ് അത് അഡീഷണലി കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? 30,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/12. എന്താണ് ഈ 3/12? നോക്കാം. ജനുവരി 1-ാം തീയതിയാണ് ഇദ്ദേഹം വിഡ്രോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തേക്കുള്ള പലിശ അയാൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? വേണ്ട, ആവശ്യമില്ല. എന്തുകൊണ്ടാ? കാരണം ഈ 3 മാസം ഫേമിൽ എന്ത് ചെയ്തിട്ടില്ല? ഈ 30,000 റുപ്പീസ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 30,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/12 നമുക്ക് എത്ര കിട്ടും? 600 റുപ്പീസ് കിട്ടും. സോ ബൈ ദ വേ നോക്കുകയാണെങ്കിൽ 60,000 റുപ്പീസ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ മുകളിലെ പലിശ ആൻഡ് 2,400 ആണ് അഡീഷണൽ ക്യാപിറ്റൽ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി 600 റുപ്പീസ് ആണ് ക്യാപിറ്റൽ വിഡ്രോവലിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം അഡീഷണൽ ക്യാപിറ്റലിന്റെ മുകളിലുള്ള പലിശയാണ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ ക്യാപിറ്റൽ വിഡ്രോവലിന്റെ മുകളിലുള്ള പലിശയാണ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്തിരിക്കണം. എങ്ങനെ? ഡ്രോയിങ്സിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലെസ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ അഡീഷണൽ ക്യാപിറ്റൽ മുകളിൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ ചെയ്യേണ്ട കാര്യം 16,000 plus 2,400 minus 600 that will be 17,800 will be the total interest on capital. Okay, so additional capital ആണെങ്കിൽ interest on capital add ചെയ്തിരിക്കണം.
ഓക്കെ, ക്യാപിറ്റൽ വിഡ്രോവൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്തിരിക്കണം, ലെസ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദ ബെസ്റ്റ്.